ഭാരതാംബ വിവാദത്തിൽ കൂടുതൽ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്ഭവനിൽ നിന്നും സർക്കാർ നൽകിയ പരിപാടിയുടെ നോട്ടീസിൽ ആദ്യം ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന ചടങ്ങ് ഉണ്ടായിരുന്നില്ല. ചടങ്ങ് ഉൾപ്പെടുത്തിയത് രണ്ടാമത്തെ നോട്ടീസിൽ കൃഷിമന്ത്രിയുടെ ഓഫീസ് നോട്ടീസുകൾ പുറത്തുവിട്ടിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ, അങ്ങനെയെങ്കിൽ നേരത്തെ മന്ത്രി തത്സമയം പ്രതികരിച്ചപ്പോൾ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു. ഈ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായതാണ് ഈ ഭാരതാംബയെ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട്. എന്താണ് ഇപ്പോൾ കൃഷിമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്? അതായത് പ്രജീഷ്, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് 2 നോട്ടീസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നോട്ടീസിൽ രാവിലെ 11:01 പ്രയർ എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും അടുത്ത നോട്ടീസ്, ഒരു നോട്ടീസ് കൂടി, അതായത് ഈ പരിപാടിയുടെ ഷെഡ്യൂൾ പുതുക്കിക്കൊണ്ട് ഒരു നോട്ടീസ് കൂടി രാജ്ഭവനിൽ നിന്ന് കൃഷിമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകുകയായിരുന്നു. അതിൽ 11:01 ലൈറ്റ്നിങ് ഓഫ് ലാംപ് ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ലോട്ടസ് ഭാരതാംബ, അതായത് ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചനയും വിളക്ക് കൊളുത്തലും ഈ ചടങ്ങ് പിന്നീട് ഉൾപ്പെടുത്തുന്നത് രണ്ടാമത് നൽകുന്ന നോട്ടീസിലാണ്. അതായത് രാജ്ഭവൻ പിന്നീട് ഈ ചടങ്ങിലേക്ക് ഭാരതാംബയുടെ ചിത്രത്തിന് പുഷ്പാർച്ചനയും ദീപം കൊളുത്തലും ഈ ചടങ്ങ് പിന്നീട് തീരുമാനിക്കുകയാണ് ചെയ്തത്. അതായത് രാജ്ഭവനിൽ നിന്ന് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികൾ മാറുന്നതനുസരിച്ച് നോട്ടീസ് പുതുക്കാറുണ്ട് എന്നതാണ്. അപ്പോൾ അത് പ്രകാരം ആദ്യം ഉൾപ്പെടുത്താത്ത ഒരു തീരുമാനമായിരുന്നു രണ്ടാമത് ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്ന തീരുമാനം. അപ്പോൾ ഈ നോട്ടീസ് ലഭിച്ച ശേഷമാണ് ഗവർണറുമായി മന്ത്രി പി പ്രസാദ് സംസാരിച്ചു. അപ്പോൾ മന്ത്രി പി പ്രസാദിന് പുഷ്പാർച്ചന നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കൾ ചെയ്യേണ്ട, പക്ഷേ പുഷ്പാർച്ചന ഗവർണർ നടത്തും എന്ന കാര്യം അറിയിച്ചു. പക്ഷേ അതിനുശേഷമാണ് ഈ ചടങ്ങിൽ തന്നെ പങ്കെടുക്കേണ്ട, അല്ലെങ്കിൽ ചടങ്ങ് തന്നെ വേണ്ട എന്ന നിലപാടിലേക്ക് കൃഷി വകുപ്പ് എത്തിയത്. പ്രശാന്ത്, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പോരിന് തന്നെ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ, കാരണം രാജ്ഭവനാണ് നേരത്തെ ആദ്യമായി ഇതുമായി സംബന്ധിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽസ് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ കർക്കശമായ രീതിയിൽ ഇതിലൊരു കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് ഈ നോട്ടീസിൽ. അപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞ വാക്കുകളനുസരിച്ചാണെങ്കിൽ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമം ഇക്കാര്യത്തിൽ നടന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ മന്ത്രിയുടെ വാക്കുകളുമായി ചേർത്ത് വായിക്കുമ്പോൾ കൃഷിഭവന്റെ ഈ പുതിയ പുറത്തേക്ക് വിടുന്ന നോട്ടീസ് സംബന്ധിച്ച് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? തീർച്ചയായും, അതായത് പ്രജീഷ്, രാഷ്ട്രീയമായി, അതായത് ഈ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവനിൽ നടത്തിയതിന് എതിരെ ഇടതുപക്ഷത്ത് നിന്ന് CPM-ൽ നിന്നും എല്ലാം വിമർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ ഇത്തരത്തിലൊരു നിലപാട് ഗവർണർ എടുത്തു എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം ആ വേദിയിൽ കഴിഞ്ഞ 3 പരിപാടികൾ, ഗുരുമൂർത്തിയുടെ പ്രഭാഷണം നടക്കുന്ന വേദിയിലും ഈ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ തെലങ്കാന ദിവസവുമായി ബന്ധപ്പെട്ട ചടങ്ങിലെ വേദിയിലും ഈ ചിത്രമുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ഈ ഭാരതാംബയുടെ ചിത്രം ഇരിക്കുന്നത്, അല്ലെങ്കിൽ RSSന്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ, അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ ഇത് പിന്നീട് കൂട്ടിച്ചേർത്തതാകാം എന്ന് തന്നെ മനസ്സിലാക്കണം. എന്തായാലും ഗവർണർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര എത്രത്തോളം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിവെക്കുന്നതാണ്. കാരണം കൃഷിഭവന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ക്ലാരിറ്റിയോടുകൂടി ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഇതാണ് എന്ന് പുറത്തേക്ക് വിടുമ്പോൾ ഇനി രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണങ്ങളൊക്കെ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ സർക്കാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പോകുന്നു. ഇതിൽ പ്രധാനമായും രാഷ്ട്രീയമായി എതിർക്കുന്ന ഇടതുപക്ഷമായാലും പ്രതിപക്ഷമാണെങ്കിലും ഗവർണർ രാജ്ഭവനിൽ ഒരുക്കിയ ഭാരതാംബയുടെ ചിത്രം എന്നത് RSS പരിപാടികളിൽ, അത് നാഗ്പൂരിലെ കാര്യാലയത്തിലടക്കം ഒരുക്കുന്ന, അല്ലെങ്കിൽ തയ്യാറാക്കിയിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം അതിന് സമാനമായ ചിത്രമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ RSSന്റെ കാഴ്ചപ്പാടുള്ള ഭാരതാംബയാണ് ഗവർണർ രാജ്ഭവനിലും ഒരുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ പ്രചാരണ വേദിയല്ല, RSSന്റെ വേദിയാക്കി മാറ്റുന്നു, കാവ്യവൽക്കരണത്തിന്റെ വേദിയാക്കി മാറ്റുന്നു രാജ്ഭവനെ എന്ന രാഷ്ട്രീയ വിമർശനവുമായി എതിർക്കുന്നവർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഭാരതാംബ എന്ന ആശയം സംബന്ധിച്ച് കോൺഗ്രസിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും കോൺഗ്രസ് നടത്തുക. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് ഏത് രീതിയിലായിരിക്കും, മാത്രമല്ല CPM-ഉം ഇടതുപക്ഷം ഒന്നാകുകയും ഏത് രീതിയിലാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഏത് നിലയിലേക്ക്. തീർച്ചയായും പ്രശാന്ത് കൃഷ്ണയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. രാജ്ഭവനിൽ നിന്നും സർക്കാർ നൽകിയ പരിപാടിയുടെ നോട്ടീസിൽ ആദ്യം ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന ചടങ്ങ് ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം വ്യക്തമായിക്കൊണ്ടാണ് ഇപ്പോൾ കൃഷിമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോട്ടീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്.